ലാലേട്ടന്റെ തുടരും സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. പക്ഷെ സംഭവം ടീസർ പോലെ ഇരിക്കണം. 2 മിനിറ്റേ ഉള്ളൂ. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മാമ്പഴക്കാലം, പിന്നെ അതുപോലെ ദൃശ്യംന്റെ ഫസ്റ്റ് ഹാഫ് പോലത്തെ ഒരു സാധനമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തോ നിഗൂഢമായ ചെറിയൊരു പരിപാടി അത് ലാസ്റ്റ് ടുവേർഡ്സ് ദി 10 സെക്കൻഡ്സ് ഒരു സാധനം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടുത്തം തരാത്ത രീതിയിലാണ് പോണത്. എനിക്ക് തോന്നുന്നത് തരുൺ മനഃപൂർവ്വം ഇതിങ്ങനെ അണ്ടർപ്ലേ ചെയ്ത് ഒരു ട്രെയിലർ ഒക്കെ ഇരിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ആവണം. കാരണം പൃഥ്വിരാജിന്റെയും ലാലേട്ടന്റെയും ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഈവൻ ഭരദ്വാജ് രംഗൻ ബാഡിയുടെ കൂടെയുള്ള ഇന്റർവ്യൂല് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞത് ദൃശ്യം പോലത്തെ സിനിമയാണെന്നൊക്കെ. അത് പുള്ളി ഉദ്ദേശിച്ചത് ഇനി ഒരു ഫാമിലി മൂവി സെറ്റപ്പ് ആണോ അല്ലെങ്കിൽ ത്രില്ലർ ആണോ, ഇതിൽ ഏതാണ് ഉദ്ദേശം മനസ്സിലായിട്ടില്ല. എന്തായാലും ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീസർ എന്ന് പറഞ്ഞു പോണ്. കാരണം 1 മിനിറ്റും 58 സെക്കൻഡ് എന്തോ ഉള്ളൂ സംഭവം. എന്തായാലും പിടി തന്നിട്ടില്ല. കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കണ്ടിട്ട് ഒരു ഫാമിലി എന്റർടൈനർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഐ ഡൗട്ട് ഇറ്റ് ഇസ് എ ത്രില്ലർ. എന്തോ ഉണ്ട്. അപ്പൊ എന്തായാലും പടം വരട്ടെ. പടം കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ട്രെയിലർ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എടുത്തു പറയാൻ അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എന്തെങ്കിലും തപ്പിപ്പിടിച്ചെടുക്കാനുള്ള ഒരു സാധനം തന്നിട്ടില്ല നമുക്ക്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. എന്തായാലും ഇന്ന് തന്നെ ആലപ്പുഴ ജിംഖാനയുടെ ട്രെയിലറും കൂടി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതുപോലെ ബസൂക്കയുടെ ട്രെയിലറും വരുന്നുണ്ട്. നാളെ രാവിലെ എമ്പുരാൻ കാണാൻ പോകുമ്പോൾ ട്രെയിലറിന്റെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടാവും. എന്തായാലും ഒക്കെ തിയേറ്ററിൽ എൻജോയ് ചെയ്യണം. പിന്നെ നാളെ എമ്പുരാൻ ഫിംഗേഴ്സ് ക്രോസ്ഡ്. മിന്നിച്ചേക്കണേ എന്റെ ലാലേട്ടാ, പൃഥ്വിരാജ്, രാജുവേട്ടാ, എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ദീപക് ദേവ്, മുരളിച്ചേട്ടനോടൊക്കെ എന്താ പറയാ, ഒന്നേ പറയാനുള്ളൂ, മിന്നിച്ചേക്കണം. ഇങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ലാലേട്ടൻ ഫാൻസ് ആയിട്ടുള്ളവരും എല്ലാവരും. പിന്നെ അപ്പോഴും ഞാൻ പറയണേ, എത്രയൊക്കെ ലാലേട്ടൻ ഫാനാണെങ്കിൽ പോലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് എന്തായാലും തുറന്ന് പറഞ്ഞിരിക്കട്ടെ. അതിലൊന്നും ഒരു മയം ഉണ്ടാവില്ല. എന്തായാലും ഞാനത് പറയും. അതിനുള്ളൊരു വക ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. എനിവേസ്, അപ്പൊ തുടരത്തിന്റെ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ആലപ്പുഴ ജിംഖാനയുടെ ട്രെയിലർ വന്നിട്ടുണ്ടോ എന്നറിയില്ല, ഒന്നും നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോക്കാൻ. വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം കൂടി ഇട്ടേക്കാം. വൈകുന്നേരം ബസൂക്ക വരും. ഞാൻ നല്ലപോലെ ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് മമ്മൂക്കയുടെ ലുക്കിന് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതെന്തായാലും ട്രെയിലർ വരട്ടെ, എന്നിട്ട് അതിന്റെ ഞാൻ അഭിപ്രായം കൂടി ഇട്ടേക്കാം. അപ്പൊ ശരി, ബൈ ബൈ.